എന്തിനാ ചോദിച്ചാ ഇവിടേക്ക് വന്നത്? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാൽ പോരെ? പോരല്ലോ കാശി. നമ്മൾ തിരയുന്നവർ ഇവിടെയുള്ളപ്പോൾ നമ്മൾ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്? കണക്കുകളെല്ലാം തീർത്തിട്ട് പോയാൽ പോരെ? ഒരു വലിയ ഇരുനില വീടിന് മുന്നിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് ജോയൽ. ആ വീട്ടിലേക്ക് നോക്കി സംശയത്തോടെ ഇരിക്കുകയാണ് കാശിയും ജോബിനും. അവർ ഇവിടെ ഉണ്ടെന്ന് എന്തുറപ്പാണ് ചോദിച്ചാ? ജോബിൻ അവനെ സംശയത്തോടെ നോക്കി. ഉറപ്പൊന്നുമില്ല, പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു ഇവിടെ ഉണ്ടെന്ന്. ഒന്നുറപ്പാണ്, റയാൻ ഈ വീട്ടിലുണ്ട്. ഇതിലും സേഫായ സ്ഥലം അവന് വേറെ കിട്ടില്ല. നിങ്ങൾ വാ. പറഞ്ഞുകൊണ്ട് ജോയൽ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവന് പിറകെ കാശിയും ജോബിനും ഇറങ്ങി. ഉമ്മറത്തേക്ക് കയറി 1-2 പ്രാവശ്യം കോളിംഗ് ബെൽ അടിച്ചപ്പോഴാണ് അകത്തുനിന്ന് ഡോർ ഓപ്പൺ ആയത്. തങ്ങളെ കണ്ട് പരിഭ്രമത്തോടെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ജോയൽ അയാളെ കടന്ന് അകത്തേക്ക് കയറി. എന്തൊക്കെയുണ്ട് അങ്കിൾ, സുഖം തന്നെയല്ലേ? ഹാളിലെ സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് ജോയൽ അതേ പുഞ്ചിരിയോടെ തന്നെ അയാളോട് ചോദിച്ചു. നിങ്ങൾ എല്ലാവരും കൂടി എന്താ മക്കളെ, എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വന്നതാണോ? അയാൾ മുഖത്തെ ടെൻഷൻ മറച്ചുകൊണ്ട് അവർ മൂന്നാളോടുമായി ചോദിച്ചു. അങ്കിളിൻ്റെ അഭിനയം നന്നായിട്ടുണ്ട്, പക്ഷേ ഇനി അത് വേണ്ട. പറഞ്ഞോ, അവർ എവിടെയുണ്ട്? അങ്കിൾ. ജോയൽ അത് ചോദിച്ചു തീർന്നതും മുകളിൽ നിന്നും റയാൻ അവിടേക്ക് ഇറങ്ങി വന്നതും ഒരുമിച്ചായിരുന്നു. ഒരു നിമിഷം എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് നീണ്ടു. അയാളെ വിളിച്ചുകൊണ്ട് നിവർന്നു നോക്കിയ റയാൻ ഹാളിലിരിക്കുന്ന ആളുകളെ കണ്ട് ശരിക്കും ഞെട്ടി. കാശിയുടെയും ജോബിൻ്റെയും കണ്ണുകളിൽ റയാനെ കണ്ട മാത്രയിൽ തന്നെ ക്രോധത്തിൻ്റെ ചുവന്ന രാശി പടർന്നു. ജോയൽ അപ്പോഴും പുഞ്ചിരിയായിരുന്നു. ആഹാ, ഒരാൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. വാ മോനെ വാ. എത്ര നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിനോടൊപ്പം ജോയലിൻ്റെ കാലുകൾ റയാനരികിലേക്ക് ചരിച്ചു. നിൽക്കണോ ഓടണോ എന്നറിയാതെ റയാൻ തറഞ്ഞു നിന്നുപോയി. ഇനി എത്ര ഓടിയാലും ജോയലിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് റയാൻ മനസ്സാൽ ഉറപ്പിച്ചു. വാ, ചോദിക്കട്ടെ. റയാൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ജോയൽ അവനുമായി ആ ഹോളിൻ്റെ നടുവിലേക്ക് വന്നു നിന്നു. എന്തൊക്കെയുണ്ട് റയാൻ വിശേഷം? ഇവിടെ നിനക്ക് സൗകര്യക്കുറവൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അങ്കിൾ നിന്നെ നന്നായി കെയർ ചെയ്തിട്ടുണ്ടാവും, അതിലെനിക്ക് സംശയമൊന്നുമില്ല അല്ലേ അങ്കിളെ? ജോയൽ റയാനെ തന്നിലേക്ക് ഒന്നുകൂടി അമർത്തിക്കൊണ്ട് അയാളോടായി ചോദിച്ചു. ജോയലിൻ്റെ ഓരോ ചോദ്യത്തിലും ഓരോ പ്രവൃത്തിയിലും അയാൾ നന്ദി വിയർക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈ തന്നിൽ നിന്ന് വിടുവിക്കാനുള്ള ശ്രമത്തിലാണ് റയാൻ അപ്പോഴും. അങ്കിൾ വിയർക്കണ്ട. അങ്കിളിന് ഞാനോ ഇവരോ ഒന്നും പറയുകയോ ചെയ്യുകയോ ഒന്നുമില്ല. കാരണം അങ്കിൾ എൻ്റെ കൃഷ്ണയ്ക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തിരുന്നു. ഒരു 1.5 വർഷം മുമ്പ് അവളൊരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവൾക്ക് ബ്ലഡ് കൊടുത്തത് അങ്കിളായിരുന്നു അല്ലേ? ഞാൻ ഇന്നലെയാണ് അതറിഞ്ഞത്. ഹോസ്പിറ്റലിൽ ഞാൻ പോയിരുന്നു. ജോയൽ പറഞ്ഞത് കേട്ട് അയാൾ ടെൻഷനോടെ ചെന്നിയിലൂടെ ഒലിച്ചിറങ്ങിയ വിയർപ്പ് തുള്ളികൾ തുടച്ചു നീക്കി. മകൾ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തതായിരിക്കും അല്ലേ മാത്യൂസ് അങ്കിളെ? ജോയലിൻ്റെ ചോദ്യത്തിന് മാത്യൂസ് ഞെട്ടലോടെ അവനെ തലയുയർത്തി നോക്കി. ഞെട്ടണ്ട അങ്കിളെ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഇനി ഒന്നു മാത്രം അറിഞ്ഞാൽ മതി. ജോയൽ പറഞ്ഞത് കേട്ട് മാത്യൂസ് അവനെ എന്തെന്ന ഭാവത്തിൽ നോക്കി. ക്ലാര എവിടെ അങ്കിൾ? അവൻ്റെ ചോദ്യത്തിൽ മാത്യൂസും റയാനും നന്നായി വിയർത്തു. നീ പറഞ്ഞാലും മതി റയാൻ, നിനക്കാകുമ്പോൾ നന്നായി അറിയാമായിരിക്കും അവൾ എവിടെ ഉണ്ടെന്ന്. റയാൻ്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ച് കറക്കി അവനെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ജോയൽ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ചോദിച്ചു. അവൻ്റെ മാറി വരുന്ന ഭാവത്തിൽ റയാന് തൻ്റെ കൈകാലുകൾ വിറയ്ക്കും പോലെ തോന്നിപ്പോയി. പറയുന്നതാവും റയാൻ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ മരണം നീ കരുതുന്നതിലും കുറച്ചുകൂടി നേരത്തെയായി പോകും. അത് വേണ്ടെന്നുണ്ടെങ്കിൽ വേഗം പറഞ്ഞോ. ജോയലിൻ്റെ മുന്നിൽ നിന്ന് വിറച്ചു നിന്ന റയാനെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് കാശി ഏറി വന്ന ക്രോധത്തോടെ പറഞ്ഞു. നീയൊരു കാര്യം ഓർക്കുന്നതാ നല്ലത് റയാൻ. ഞങ്ങൾക്ക് 3 പേർക്കും നിന്നോട് വ്യക്തിപരമായ വൈരാഗ്യമുണ്ട്. എങ്കിലും 3 പേർക്കും ഒരുപോലെ നിന്നോട് പക തോന്നിയ ഒരു റീസൺ, അത് കൃഷ്ണയാണ്. ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചും പിന്നെ ഓരോരുത്തരായി നിന്നെ തല്ലും. തല്ലിയാൽ നിന്നെ കൊല്ലാതെ വിടുകയുമില്ല. അതുകൊണ്ട് ചാകുന്നതിന് മുമ്പ് പറഞ്ഞോ, ക്ലാര എവിടുണ്ട്? ജോബിൻ അവനെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. 3 പേരുടെയും മാറി മാറിയുള്ള ചോദ്യത്തിൽ റയാൻ അടിമുടി വിറച്ചു. തൻ്റെ നാവ് പോലും ചലിക്കാൻ കഴിയാത്ത വിധം അവൻ്റെ തൊണ്ട വറ്റി വരണ്ടുപോയി. പറയ് റയാൻ. ജോയൽ അവൻ്റെ ഷോൾഡറിൽ കൈ വെച്ചുകൊണ്ട് അവിടെ ഒന്ന് അമർത്തി. അത് അവള് ഹോസ്പിറ്റലിലേക്ക് പോയി, കൃഷ്ണയ്ക്ക് അടുത്തേക്ക്. അവളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാ പോയത്. റയാൻ പേടിയാൽ വിറച്ചുകൊണ്ട് പറഞ്ഞു. ഹോസ്പിറ്റലിലേക്കോ? ജോയലിൻ്റെ നെഞ്ചിൽ വെള്ളിടി വെട്ടി. കാശിയും ജോബിനും അവൻ പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ നിന്നുപോയി. അവൾ എപ്പോഴാ ഇവിടുന്ന് പോയത്? ജോയൽ ടെൻഷനോടെ ചോദിച്ചു. നിങ്ങൾ വരുന്നതിന് 5 മിനിറ്റ് മുമ്പ്. റയാൻ പറഞ്ഞതും ജോയൽ അവനെ ദേഷ്യത്തോടെ പിറകിലേക്ക് തള്ളി. അപ്പോഴേക്ക് 1-2 പേര് പുറത്തുനിന്ന് വീടിനുള്ളിലേക്ക് കയറി വന്നു. സാഗർ, ഇവനെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയ്ക്കോ. ഞങ്ങൾ വരുന്നതുവരെ പച്ചവെള്ളം കൊടുക്കണ്ട.
ജോയലിന്റെ തള്ളിൽ തനിക്കടുത്തേക്ക് തെറിച്ചു വീണ റയാനെ ഷർട്ടിന് പിടിച്ച് അകത്തേക്ക് വന്ന ഒരാളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ജോബിൻ ഗൗരവത്തോടെ പറഞ്ഞു, ശരി സാർ. റയാനെ മുറുകെ ലോക്ക് ചെയ്തുകൊണ്ട് അയാൾ അനുസരണയോടെ ജോബിനോട് പറഞ്ഞു, നീ പേടിക്കേണ്ട റയാൻ, ഞങ്ങൾ എത്തുന്നവരെ നിനക്കൊരു കുറവുമില്ലാതെ ഇവർ നോക്കിക്കോളും. ഞങ്ങളുടെ തോട്ടത്തിലെ പിള്ളേരാ. എസ്റ്റേറ്റിന് കാവൽ നിൽക്കാൻ മാത്രമല്ല, ഇതുപോലുള്ള നല്ല കൊട്ടേഷനും ഇവന്മാർ ഏറ്റെടുക്കും. അത് നല്ല വെടുപ്പായി ചെയ്യുകയും ചെയ്യും. ജോബിൻ പറഞ്ഞത് കേട്ട് റയാൻ തന്നെ പിടിച്ചു വച്ചിരിക്കുന്ന തടിമാടന്മാരെ രണ്ടുപേരെയും നോക്കി പേടിയോടെ ഉമിനീരി ഇറക്കി. കൊണ്ടുപോയ്ക്കോ ഇവനെ. ജോബിൻ പറഞ്ഞതും അവർ റയാനെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയി. അവരുടെ കയ്യിൽ നിന്ന് കുതറി ഓടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു റയാൻ. അത് കണ്ടുകൊണ്ട് തന്നെ ജോയലും ജോബിനും കാശിയും പുറത്തേക്ക് ഇറങ്ങി. മക്കളെ. അവർ ഇറങ്ങിയത് മാത്യൂസ് അവരെ പിറകിൽ നിന്ന് വിളിച്ചു. വിളിക്കണ്ട അങ്കിൾ. ക്ലാരെ ഇനി അങ്കിളിനെ കിട്ടില്ല. അവളെ മറന്നേക്ക്. പകരം അങ്കിളിന് മറ്റൊരു മകളെ തരും ഞാൻ. അയാൾ പറയാൻ വന്നത് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ജോയൽ അത്രമാത്രം പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറി. എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തണം എന്ന ഒറ്റ ചിന്ത മാത്രമേ അവനിൽ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ക്ലാര കൃഷ്ണയെ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയം അവനിലും അതുപോലെ തന്നെ കാശിയിലും ജോബിനിലും നിറഞ്ഞു. ക്രമാതീതമായി മിടിക്കുന്ന തൻ്റെ ഹൃദയതാളത്തെ വരുതിയിലാക്കാൻ പാടുപെട്ടുകൊണ്ട് ജോയൽ ഹോസ്പിറ്റലിലേക്ക് വണ്ടി പറപ്പിച്ചു. ഇതേ സമയം കൃഷ്ണയെ കൊല്ലാനുള്ള പദ്ധതികൾ മെനഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്കുള്ള യാത്രയിലായിരുന്നു ക്ലാര. ഇച്ചായ, വേഗം അപ്പനെ വിളിച്ച് പറയേ ക്ലാരയെ കൃഷ്ണയ്ക്കടുത്തേക്ക് വിടരുതെന്ന്. അപ്പനോട് ഞാൻ പറഞ്ഞിട്ടില്ല ക്ലാരയുടെ കാര്യം. വണ്ടിയുടെ വേഗത കൂട്ടുന്നതിനൊപ്പം ജോയൽ പിറകിലേക്ക് നോക്കി ജോബിനോട് പറഞ്ഞു. ജോബിൻ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് ജോണിനെ വിളിച്ചു. പക്ഷേ അയാളെ എത്ര വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. ജോയിച്ച, അപ്പനെ ഫോണിൽ കിട്ടുന്നില്ലടാ, ജോബിൻ പേടിയോടെ പറഞ്ഞു. മമ്മീനെ ജെസിയോ വിളിക്കിച്ചായ. ക്ലാര എൻ്റെ കൃഷ്ണയ്ക്ക് അടുത്തെത്തിയാൽ അത് അപകടമാണ്. ജോയലിൻ്റെ നെഞ്ച് വല്ലാതെ പിടയുന്നുണ്ടായിരുന്നു. ജോബിൻ മാറി മാറി വിളിച്ചിട്ടും ആരെയും ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉള്ളത് ജോണും ജെസിയും ഷെർലിയും മാത്രമാണ്. ക്ലാരയാണ് കൃഷ്ണയുടെ ശത്രുവെന്ന് അവർക്ക് ആർക്കും അറിയുകയുമില്ല. കാശിയും ജോബിനും ജോയലും എങ്ങനെയും അവിടെ എത്താനുള്ള ഓട്ടത്തിലാണ്. ഇതേ സമയം ക്ലാര ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിരുന്നു. കൃഷ്ണയോടുള്ള പക മുഖംമൂടിക്കുള്ളിൽ ഒതുക്കി മുഖത്തൊരു ചിരിയും വരുത്തിക്കൊണ്ട് അവൾ കൃഷ്ണയുടെ റൂമിന് മുന്നിലേക്ക് ചെന്നു നിന്നു. തനിക്ക് മുന്നിലിരിക്കുന്ന ജോണിനെ നോക്കി അവൾ നന്നായെന്ന് പുഞ്ചിരിച്ചു. ആഹാ, ആരാ ഇത്? ക്ലാര മോളോ? ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? ചെയറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ജോൺ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. അതെന്ത് ചോദ്യമാണ് അങ്കിൾ? നിങ്ങളെയൊക്കെ മറന്നിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയുമോ? ജോയിച്ചനില്ലാതെ ഞാൻ എങ്ങനെയാ? ഉള്ളിലെ വിഷം മറച്ചു വെച്ചുകൊണ്ട് അവൾ പുറമേ ചിരിച്ചു. ഞാൻ വെറുതെ പറഞ്ഞതാ മോളെ, നിന്നെ എനിക്ക് അറിയില്ലേ. അല്ല, ജോയിച്ചനെ വിളിച്ചില്ലേ നീ? ജോൺ സംശയത്തോടെ ചോദിച്ചു. ഇല്ല അങ്കിൾ, ഞാൻ എന്തിനാ അവനെ വിളിക്കുന്നത്? കൃഷ്ണയ്ക്ക് ഇത്ര വലിയൊരു അപകടം സംഭവിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞോ? പപ്പ പറഞ്ഞിട്ടാ ഞാൻ ഈ വിവരം അറിഞ്ഞത്, അവൾ പിണക്കം നടിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ, അത് ആരെയും ഒന്നും അറിയിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നല്ല അവൻ. അതാവും നിന്നെ വിളിക്കാതിരുന്നത്. നീ അത് മനസ്സിൽ വെക്കണ്ട, ജോൺ വിഷമത്തോടെ പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ പരാതി പറഞ്ഞതൊന്നുമല്ല. എനിക്കറിയില്ലേ എൻ്റെ ജോയിച്ചനെ. അവനെ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആര് മനസ്സിലാക്കാനാ? ഞാൻ എന്തായാലും കൃഷ്ണയെ ഒന്ന് കണ്ടിട്ട് വരാം. അവൾ ജോണിനെ നോക്കി ചിരിച്ചു. ശരി മോളെ, കണ്ടിട്ട് വാ. അവളുടെ ഉള്ളിലെ ചതി അറിയാതെ ജോണും പുഞ്ചിരിയോടെ അവളെ റൂമിനകത്തേക്ക് കയറ്റിവിട്ടു. ക്ലാര റൂമിനുള്ളിൽ കയറുമ്പോൾ ഷെർലി ബൈസ്റ്റാൻഡേഴ്സ് ബെഡിൽ ഇരിപ്പുണ്ട്. മറ്റെങ്ങോ നോക്കി എന്തോ ആലോചിച്ചിരിക്കുകയാണ് അവർ. ക്ലാരയുടെ കണ്ണുകൾ കൃഷ്ണയിലേക്ക് നീണ്ടു. അവൾ ഒന്നും അറിയാതെ സുഖമായ ഉറക്കത്തിലാണ്. കയ്യിൽ ഘടിപ്പിച്ചിരിക്കുന്ന കാനിലേക്ക് ട്രിപ്പിൽ നിന്നും മരുന്നുകൾ കയറുന്നുണ്ട്. അതിൻ്റെ മയക്കത്തിലാണ് കൃഷ്ണ എന്ന് ക്ലാര മനസ്സിലാക്കി. ചുണ്ടി വരുന്ന പുച്ഛച്ചിരിയോടെ അവൾ അകത്തേക്ക് കയറി. റൂമിൽ ആളനക്കം അറിഞ്ഞതുപോലെ ഷെർലി ആലോചനയിൽ നിന്ന് ഉണർന്ന് വാതിലിലേക്ക് നോക്കി. അവിടെ പുഞ്ചിരിയോടെ നിൽക്കുന്ന ക്ലാരയെ കണ്ട് ഷെർലിയും അവൾക്കൊരു പുഞ്ചിരി കൈമാറിക്കൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു. മോളോ? കുറേ ആയല്ലോ നിന്നെ കണ്ടിട്ട്, ഷെർലി പരിഭവത്തോടെ ക്ലാരയോട് പറഞ്ഞു. തിരക്കിലായിപ്പോയി ആൻറ്റി. പപ്പയുടെ കാര്യം അറിയാമല്ലോ. ഇപ്പോൾ കമ്പനിയിലേക്കൊന്നും പോകാറില്ല. അതുകൊണ്ട് എല്ലാം ഞാനാ നോക്കി നടത്തുന്നത്. അതിൻ്റെതായ തിരക്കിലാണ്, ക്ലാര പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. മനസ്സിലായി മോളെ, നീ ഇരിക്കും. ഷേർലി അവളെ ബൈസ്റ്റാൻഡേഴ്സ് ബെഡിലേക്ക് ഇരുത്തി. കൃഷ്ണയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് ആൻറ്റി? ഒന്നും അറിയാത്തതുപോലെ സങ്കടം അഭിനയിച്ചുകൊണ്ട് ക്ലാര ചോദിച്ചു. സുഖമായി വരുന്നു മോളെ. വയറിടിച്ചു വീണതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. റെസ്റ്റ് എടുത്താൽ മാറുമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ മാറാനാ? മനസ്സിന് സന്തോഷമുണ്ടായാലല്ലേ ശരീരത്തിന് സുഖമുണ്ടാവും. എൻ്റെ കുട്ടിക്ക് സന്തോഷം വിധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു തമ്പുരാൻ. തളർന്നു മയങ്ങുന്ന കൃഷ്ണയുടെ മുഖത്തേക്ക് നോക്കി വേദനയോടെ പറഞ്ഞു ഷേർലി. അവരെ കാണിക്കാനായി പുറത്ത് സങ്കടത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഉള്ളിൽ മുറിച്ചിരിച്ചു ക്ലാര. മോളവിടെ ഇരിക്കുമല്ലേ? ഞാനൊന്ന് ക്യാൻറ്റീൻ വരെ പോയിട്ട് വരട്ടെ. കിച്ചു മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണം. ഉണരുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിരുന്നു ഡോക്ടർ. ക്ലാരയോട് പറഞ്ഞുകൊണ്ട് ഷേർലി തൻ്റെ ബാഗെടുത്ത് കയ്യിൽ പിടിച്ചു.
ശരി ആൻറ്റി, പോയിട്ട് വാ. കൃഷ്ണയെ ഞാൻ നോക്കിക്കൊള്ളാം. കൃഷ്ണയെ കൊല്ലാൻ തനിക്ക് ദൈവമായി തന്ന അവസരമാണിതെന്ന് ക്ലാര മനസ്സിൽ ഉറപ്പിച്ചു. അവളുടെ ഉള്ളിലെ ചതി മനസ്സിലാക്കാതെ ഷേർലി കൃഷ്ണയെ അവിടെ ഏൽപ്പിച്ചുകൊണ്ട് റൂമിന് വെളിയിലേക്ക് പോയി. കർത്താവ് എൻ്റെ കൂടെയാണ് കൃഷ്ണ. എൻ്റെ ജോയിച്ചന് ചേരുന്ന ഇണ നീയല്ലെന്ന് തമ്പുരാൻ നേരത്തെ നിശ്ചയിച്ചതാ. അതുകൊണ്ടല്ലേ നിനക്കിപ്പോൾ ഇങ്ങനെ കിടക്കേണ്ടി വന്നത്. എന്തായാലും നിന്റെ കിടപ്പ് എനിക്ക് നന്നായി തന്നെ ബോധിച്ചു. കാണുമ്പോൾ മനസ്സിനൊരു കുളിര്. ഈ കിടപ്പിൽ തന്നെ നിന്നെ മുകളിലേക്ക് ഞാൻ എത്തിച്ചുതരാം. സുഖമായി ഉറങ്ങിക്കോ കൃഷ്ണ. കൃഷ്ണയുടെ ബെഡിനരിയിലേക്ക് ചെന്ന് പറഞ്ഞതിന് ശേഷം തൻ്റെ ബാഗിൽ നിന്ന് ക്ലാര എന്തോ ഒന്ന് തൻ്റെ കൈകളിലേക്ക് എടുത്തു. ദേ, ഇത് കണ്ടോ നീ? നിന്നെ തീർക്കാനുള്ള വിഷമാണിത്. ഇതിലെ ഒരു തുള്ളി മതി നീ കിടപ്പിൽ തന്നെ തീരാൻ. കയ്യിലുള്ള ഒരു ബോട്ടിൽ കൃഷ്ണയ്ക്ക് നേരെ ഉയർത്തിക്കൊണ്ട് ക്ലാര വന്യമായ മുഖഭാവത്തോടെ പറഞ്ഞു. ശേഷം കയ്യിൽ കരുതിയിരുന്ന സിറിഞ്ചിലേക്ക് ആ ബോട്ടിലിൽ നിന്നുള്ള മരുന്ന് നിറച്ചു. ഇതൊന്നും അറിയാതെ സുഖമായി മയങ്ങുകയാണ് കൃഷ്ണ. ഗുഡ് ബൈ കൃഷ്ണ. ഇതുവരെ എൻ്റെ സ്ഥാനത്ത് ജോയിച്ചിനൊപ്പം നീ ജീവിച്ചില്ലേ? ഇനി മതി. അന്ന് നിന്നെ കൊല്ലാൻ നോക്കിയപ്പോൾ തന്നെ നിനക്ക് ചത്തൂടായിരുന്നോടി. അന്നേ നീ ചത്തുപോയിരുന്നെങ്കിൽ എനിക്കിപ്പോഴും എൻ്റെ ജോയിച്ചന് വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു. എൻ്റെ ജോയിച്ചനെ എന്നിൽ നിന്ന് തട്ടിയെടുത്തവളാ നീ. ആ നിനക്കിനി മാപ്പില്ല. ക്ലാരയുടെ കോടതിയിൽ നിനക്കൊരു ശിക്ഷയേ ഉള്ളൂ, മരണശിക്ഷ. കൃഷ്ണയെ നോക്കി വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് ക്ലാര തിരിഞ്ഞ് അവളുടെ കയ്യിലിട്ടിരിക്കുന്ന ട്രിപ്പിൻ്റെ ബോട്ടിലേക്ക് നോക്കി. നിന്റെ ആയുസിന് പണ്ടേ ബലമില്ല കൃഷ്ണ. ഐ ആം വെരി സോറി. ട്രിപ്പ് ബോട്ടിലേക്ക് സിറിഞ്ച് ഇൻജക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ക്ലാര കൃഷ്ണയുടെ മുഖത്തേക്ക് പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞതിന് ശേഷം വീണ്ടും അവളത് ബോട്ടിലേക്ക് അടുപ്പിച്ചു. സിറിഞ്ചിലെ മരുന്ന് അതിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്നതിന് മുമ്പായി ആരുടെയോ ശക്തിയായ അടി കൊണ്ട് ക്ലാര നിലത്തേക്ക് തെറിച്ചു വീണു. ആ അടിയിൽ അവളുടെ കയ്യിൽ നിന്ന് സിറിഞ്ച് തെറിച്ച് ദൂരേക്ക് വീണു. നിനക്കെൻ്റെ കിച്ചുവിനെ അലറിക്കൊണ്ട് ജെസ്സി തൻ്റെ കയ്യിലിരുന്ന ഇരുമ്പിൻ്റെ കസേര കൊണ്ട് ക്ലാരയുടെ കയ്യിലേക്ക് ആഞ്ഞടിച്ചു. വേദന കൊണ്ട് ക്ലാര അലറിക്കരഞ്ഞു. അവൾ ജെസ്സിയുടെ കണ്ണുകളിലെ ചോര ചുവപ്പ് കണ്ട് ആ വേദനയ്ക്കിടയിലും പേടിയാൽ വിറച്ചു. ജെസ്സിയെ നോക്കി പേടിയോടെ ഉമനീര് തട്ടിക്കൊണ്ട് ക്ലാര നിലത്തു നിന്നും പിറകിലേക്ക് നിരങ്ങി നീങ്ങി. അപ്പോഴേക്കും ബഹളം കേട്ട് കൃഷ്ണ ഞെട്ടി ഉണർന്നു. ജെസ്സി! കസേരയും പിടിച്ചുള്ള ജെസ്സിയുടെ നിൽപ്പ് കണ്ട് കൃഷ്ണ പേടിയോടെ അവളെ വിളിച്ചു. ജെസ്സിയുടെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ട് കൃഷ്ണ പോലും ഒരു നിമിഷം പേടിച്ചു പോയി. അവൾ എന്താണെന്നറിയാതെ ജെസ്സിയെയും നിലത്ത് നിന്ന് പേടിയോടെ പിറകിലേക്ക് നീങ്ങുന്ന ക്ലാരയെയും മാറി മാറി നോക്കി. ജെസ്സി, എന്താടി? ബെഡിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് കൃഷ്ണ പേടിയോടെ വിളിച്ചു. ഈ മോക്ക് നിന്നെ കൊല്ലണമെന്ന്. ഇവൾ നിന്റെ ഡ്രിപ്പ് ബോട്ടിൽ എന്തോ ഇൻജക്റ്റ് ചെയ്യാൻ പോവുമായിരുന്നു. ഞാനീ നാശം പിടിച്ചവളെ. ജെസ്സി വീണ്ടും കസേര കൊണ്ട് ക്ലാരയെ തല്ലാൻ ഓങ്ങി. ക്ലാര തൻ്റെ രണ്ട് കൈ കൊണ്ടും അതിനെ തടയാൻ ശ്രമിച്ചു. അവൾ തടസ്സം വെച്ച കൈയിലേക്ക് ജെസ്സി കസേര കൊണ്ട് ആഞ്ഞടിച്ചു. തൻ്റെ രണ്ട് കൈയും ഒടിഞ്ഞു പോകും പോലെ തോന്നിപ്പോയി ക്ലാരയ്ക്ക്. അടിയുടെ വേദനയിൽ അവൾ ആർത്തു കരഞ്ഞു. ജെസ്സി, വേണ്ടടി. കൃഷ്ണ കരഞ്ഞുകൊണ്ട് ജെസ്സിയുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചു. ഇരിക്കടി അവിടെ. അവിടെ നനങ്ങിയാൽ നിനക്കും കിട്ടും. കൃഷ്ണയോട് ദേഷ്യത്തോടെ ചീറി ജെസ്സി. അവളുടെ അലർച്ചയിൽ എഴുന്നേക്കാൻ തുടങ്ങിയ കൃഷ്ണ ബെഡിലേക്ക് തന്നെ ഇരുന്നു പോയി. ജെസ്സിയുടെ ഇങ്ങനെയൊരു ഭാവം കൃഷ്ണ ആദ്യമായി കാണുകയായിരുന്നു. നിനക്കറിയോ, അന്ന് നിന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഇവളാ. അത് എന്തിനാണെന്നറിയോ? ജോയിച്ചാന് വേണ്ടി. ഇവൾക്ക് ജോയിച്ചാനെ വേണമെന്ന്. അതിന് ഇവൾക്ക് നിന്നെ ഇല്ലാതാക്കണമെന്ന്. അവളുടെ ഒടുക്കത്തെ പ്രണയം. ജെസ്സി ദേഷ്യത്തോടെ കസേര ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് ക്ലാരയെ നിലത്തു നിന്നും വലിച്ചെഴുന്നേൽപ്പിച്ചു. പക്ഷേ ജെസ്സി പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാതെ ഞെട്ടലോടെ ഇരുന്നു പോയി കൃഷ്ണ. കൊല്ലടി. ദാ നിന്റെ മുന്നിൽ അവൾ ഇരിക്കുന്നത്. നീ ഒറ്റ തന്തയ്ക്കുണ്ടായതാണെങ്കിൽ അവളെ നിന്റെ ചെറുവിരൽ കൊണ്ടെങ്കിലും തൊട്ട് കാണിക്ക്. കയ്യിലെ മുറിവിൽ നിന്ന് രക്തമൊഴുകുന്ന ക്ലാരയെ കൃഷ്ണയ്ക്കരികിലേക്ക് തള്ളി വിട്ടുകൊണ്ട് ജെസ്സി അലറി. ജെസ്സിയുടെ ഓരോ പ്രവൃത്തിയിലും ക്ലാരയും കൃഷ്ണയും ഒരുപോലെ വിറച്ചു. തൻ്റെ മുഖംമൂടി പറിച്ചെറിയപ്പെട്ടു എന്ന് ക്ലാര മനസ്സിലാക്കി. ജെസ്സിയുടെ അടി കൊണ്ട് കാലും കൈയും ഒക്കെ നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു ക്ലാരയ്ക്ക്. നടക്കാൻ നന്നെ പ്രയാസം തോന്നി അവൾക്ക്. എന്താടി, കൊല്ലണ്ടേ നിനക്ക്? ഇവിടെ കൊന്നാലല്ലേ നിനക്ക് എൻ്റെ ഇച്ഛായനെ കിട്ടൂ. ജെസ്സി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ക്ലാരയെ കൃഷ്ണയ്ക്ക് കാൽച്ചുവട്ടിലേക്ക് തള്ളിവിട്ടു. ജെസ്സി, പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ. ക്ലാര നിലത്ത് കിടന്ന് ജെസ്സിയുടെ കാല് പിടിക്കും പോലെ പറഞ്ഞു. അവളുടെ ഈ യാചന കേട്ടുകൊണ്ടാണ് ജോയലും കാശിയും ജോബിനും വെപ്രാളത്തോടെ ഡോർ തുറന്ന് അകത്തേക്ക് വന്നത്. മുന്നിലെ കാഴ്ച കണ്ട് ഒരു നിമിഷം എല്ലാവരും തറഞ്ഞു നിന്നുപോയി. പക്ഷേ അപ്പോഴും ജെസ്സി അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കൃഷ്ണയെ കൊല്ലാൻ ശ്രമിച്ച ക്ലാരയെ കൊല്ലാനുള്ള പക മാത്രമേ അവൾക്കുള്ളിൽ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. നിനക്കറിയോടി ഇവൾ എനിക്ക് ആരാന്ന്? എൻ്റെ ജീവനാടി ഈ ഇരിക്കുന്നവൾ. ജെസ്സി, ഈ നെഞ്ചില്ല ഇവളെ കൊണ്ടു നടക്കുന്നു. ആ അവളെയാ നീ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. നിന്നെ ഞാൻ വെറുതെ വിടണമല്ലേ? എൻ്റെ കിച്ചുവിനെ തൊട്ട നിന്നെ ഞാൻ വെറുതെ വിടണം അല്ലേടി? ചോദിക്കുന്നതിനൊപ്പം നിലത്തേക്കിരുന്ന് ക്ലാരയുടെ മുഖം പിടിച്ചുയർത്തി ജെസ്സി അവളുടെ രണ്ട് കവിളിലും മാറി മാറി അടിച്ചു. ജോയലും കാശിയും ജോബിനും ജെസ്സിയുടെ ഈ പുതിയ ഭാവം കണ്ട് കിളി പറന്നു നിന്നുപോയി. അവളുടെ വലിഞ്ഞു മുറുകിയ മുഖത്തേക്ക് അവരും ഒരു നിമിഷം പേടിയോടെ നോക്കി. പിന്നെ അതൊരു പുഞ്ചിരിയിലേക്ക് വഴിമാറി. അതിനൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. കൃഷ്ണ എന്നും ജെസ്സിക്ക് മറ്റാരെക്കാളും പ്രിയപ്പെട്ടതാണ്.
അവൾക്ക് നോവുന്നത് മാത്രം ജെസ്സിക്ക് സഹിക്കില്ല.